പാടശേഖരങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽക്കതിരുകൾക്കും ക്ഷാമം. ഇതോടെ ക്ഷേത്രങ്ങളിലെ നിറപുത്തിരി ആഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി വില കൊടുത്താണ് കതിരുകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള നെൽപ്പാടങ്ങളിൽ യഥേഷ്ടം നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇല്ലാത്തതാണ് കാരണം. ചത്തല്ലൂർ ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. കതിരിടേണ്ട നെൽപ്പാടങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വെള്ളിനേഴി, കോട്ടോപ്പാടം, താഴേക്കോട്, തച്ചനാട്ടുകര, ആലിപ്പറമ്പ് തുടങ്ങി വിവിധ കൃഷിഭവൻ പരിധിയിലെ നെൽപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് പകരം വാഴ, കപ്പ, ചേന എന്നിവ കീഴടക്കിയതോടെ നെൽക്കതിരുകൾക്ക് ഇത്തവണ വൻ ക്ഷാമമാണ്. ചില ക്ഷേത്രങ്ങളിൽ നെൽക്കതിർ കിട്ടാതെ ആയതോടെ ചടങ്ങുപോലും ഉപേക്ഷിച്ച മട്ടിലാണ്. ക്ഷേത്രങ്ങളിലും വീടുകളിലും നടക്കുന്ന ഇല്ലം നിറാഘോഷവും നിറപുത്തരിക്കും മിക്ക ക്ഷേത്ര കമ്മിറ്റികളും കൊപ്പം, മുളഞ്ഞൂർ, കൊല്ലങ്കോട്, കുന്നംകുളം എന്നീ സ്ഥലങ്ങളെയും മൈസൂർ പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളെയുമാണ് ആശ്രയിക്കുന്നത്. ഒരു ചുരുട്ടു കതിരിന് 100 മുതൽ 250 രൂപ നൽകിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നത്. നെൽക്കതിരുകൾ കൊണ്ട് കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്. വീട്ടിലെ മുതിർന്ന അംഗം മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്തു നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് വീടിന്റെ പടിക്കലിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം നിലവിളക്കിന്റെ അകമ്പടിയിൽ കതിർ വീടിന്റെ ഉമ്മറത്ത് ചാണകത്തിൽ പൊതിഞ്ഞു വെക്കുകയാണ് ചടങ്ങ്. നെൽക്കതിർ കൊണ്ടുവന്ന് വീടിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് വെച്ച് നിലവിളക്ക്, വീട്ടിലെ കുടുംബാംഗങ്ങള്, കുട്ടികള് എല്ലാവരും നിറനിറൂ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീടിൻ്റെ ഉള്ളിലേക്ക് ഐശ്വര്യത്തിനെ കയറ്റിക്കൊണ്ടുപോവുക എന്നുള്ളൊരു വിശ്വാസം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. പെരുമ്പാലപ്പാറ, മാനഞ്ചേരി, ആറാട്ടുകടവ്, നെച്ചിയിൽപ്പാടം, ഇടശ്ശേരിപ്പാടം, കളത്തുംപാടം തുടങ്ങി പാടശേഖരങ്ങളിൽ നിറയെ കപ്പയും വാഴയും മറ്റു നാണ്യവിളകളും സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി പൂർണ്ണമായും ഇല്ലാതെയായി. നെൽകൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തതും കർഷകർക്ക് അനുകൂലമായ നടപടികൾ ഇല്ലാത്തതും നെൽകൃഷി നഷ്ടമായതുമാണ് കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ തയ്യാറാവുന്നത്. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി കൃഷിഭവനുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ കർഷകർ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് കർഷകനായ വിശ്വനാഥൻ പറഞ്ഞു. പഴയ കാലങ്ങളിലെ പാടശേഖരങ്ങളിലെ പാടത്തൊക്കെ ഇഷ്ടംപോലെ കതിരും നെൽകൃഷി ധാരാളം ഉണ്ടായിരുന്നു. അന്ന് കതിരിന് വിഷമം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഈ ആവശ്യത്തിന് നെൽക്കതിർ കൊണ്ടുവരുന്നത്. വാഴ, പൂള, ചേന എന്നത് ഈ കൃഷികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അതിൻ്റെ ഫലമായി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ ആചാരം നടത്തുന്നത്. ക്ഷേത്രങ്ങളിലും മറ്റു വീടുകളിലും ഈ പരിപാടി നടത്തി വരുന്നത്. CCN ചത്തല്ലൂർ.